Allah 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 Ya Sayyidi irham lana Ya Sayyidi irham lana Ya Sayyidi irham lana ഖാസിമിയുടെ പച്ചപ്പൊട്ടനും സമസ്തയുടെ നവ ആക്രോശവും. വിഘടിത സമസ്ത മേൽമുറിയിൽ നടത്തിയ നവോത്കർഷ സമ്മേളനം VCD-യിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം. അവതരണം ഗ്രീൻ വ്യൂ, കോഴിക്കോട്. 2009 ഏപ്രിൽ 16 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി നിരവധി കക്ഷി രാഷ്ട്രീയക്കാരും പാർട്ടിയൊന്നുമില്ലാത്തവരും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മത്സരിക്കുകയും കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റു ചില പാർട്ടികളും ഉൾക്കൊള്ളുന്ന UDF വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഏറെ ആഹ്ലാദിച്ചെങ്കിലും അവരാരും വിജയാഘോഷത്തിന് ഒരു സമ്മേളനം എവിടെയും നടത്തിയില്ല. 2004 ദയനീയ പരാജയത്തിൽ നിന്നും കരകയറി അഭിമാനകരമായ വിജയം ലഭിച്ച 2009 പാർട്ടികൾക്ക് നവോന്മേഷം ഉണ്ടാവുക സ്വാഭാവികം. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ എവിടെയും നവോത്കർഷ സമ്മേളനം നടത്തിയതായി ആരും കണ്ടിട്ടില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയും പരാമർശിക്കപ്പെടാത്ത, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേകം അടുപ്പമോ അകൽച്ചയോ ഇല്ലെന്ന് ഭരണഘടനയിൽ എഴുതിവെക്കുകയും സ്റ്റേജുകളിൽ പറയുകയും പേജുകളിൽ എഴുതുകയും ചെയ്തിരുന്ന ഒരു കൂട്ടർ നമ്മൾ ജയിച്ചെന്നും നമ്മൾ ജയിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് സമസ്തയുടെ പേരിൽ നവോത്കർഷ സമ്മേളനം നടത്തിയതിന്റെ സാധുതയെന്ത്? നയത്തിലും പ്രയോഗത്തിലും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പെരുമ്പറയടിക്കുന്ന ആധികാരിക പണ്ഡിത സഭയെന്ന് ഉദ്ഘോഷിക്കുന്ന ഇവരെന്തിന് തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഒരു നവോത്കർഷ സമ്മേളനം സംഘടിപ്പിച്ചു? ചോദ്യം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നവോത്കർഷം വന്ന ഇവർക്ക് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് നവോത്കർഷം ഇല്ലാതെ പോയി? ചോദ്യം. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റിതര മതസംഘടനകൾക്കൊന്നും രാഷ്ട്രീയ വിജയപരാജയങ്ങൾ വിഷയമാകാതിരുന്നപ്പോൾ രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന ഇവരെങ്ങനെ പാർട്ടിക്കാരെ തോൽപ്പിക്കുന്ന രൂപത്തിൽ രാഷ്ട്രീയ കഥാകഥനങ്ങൾ പറഞ്ഞു നടക്കുന്നു? ചോദ്യം. ആൾബലവും സാമ്പത്തിക ശേഷിയും എമ്പാടുമുള്ള ഇവർ എന്തിന് നവോത്കർഷം വരാൻ തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നു? ചോദ്യം. രാഷ്ട്രീയ വിജയ പരാജയങ്ങൾ ഇത്രയേറെ സ്വാധീനിക്കുന്ന ഇവരിനി രാഷ്ട്രീയ കക്ഷിയായി മാറി സുന്നത്ത് ജമാഅത്തിനെ അതിന്റെ പാട്ടിന് വിടലാണ് നല്ലത്. ബഹുവന്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ മഅ്ദിനിൽ നടത്തുന്ന സ്വലാത്ത് മജ്ലിസ് ചൂഷണവേദിയാണെന്നും തങ്ങൾക്ക് വഴിതെറ്റിപ്പോയെന്നും അവിടെ കമ്മ്യൂണിസമാണ് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതെന്നും പുലംഭാനും വന്യരായ പണ്ഡിതരെയും സയ്യിദന്മാരെയും അവഹേളിക്കാനുമാണ് മേൽമുറി നമീമത്ത് നഗറിൽ വിഘടിത സംസ്ഥ നവ ആക്രോശ സമ്മേളനം നടത്തിയത്. വർഷങ്ങളായി സ്തുത്യർഹമായ രൂപത്തിൽ നടന്നുവരുന്ന ആ മഹൽ സംരംഭത്തിൽ അസൂയ വർദ്ധിച്ച വിഘടിതരുടെ ഇളകിയാട്ടമാണ് അവിടെ ആത്മീയ കേരളത്തിന് കാണേണ്ടി വന്നത്. വിഘടിതരുടെ ഇപ്പോഴത്തെ ആക്രോശങ്ങൾ ലഹരിമൂത്തവന്റെ ചീത്തവിളികളായി മാത്രമേ ഇവിടെയുള്ള ഉത്ബുദ്ധരായ സുന്നികൾ മനസ്സിലാക്കുന്നുള്ളൂ. ലഹരിപ്പുറത്ത് വെല്ലുവിളിക്കുന്നവൻ ലഹരിയിറങ്ങിയാൽ പ്രതിയോഗിയുടെ മുമ്പിൽ മുട്ടുവിറക്കും എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിജയങ്ങളില്ലെങ്കിൽ ഖലീൽ തങ്ങളുടെ നിഴൽ പോലും വിഘടിതർ ഭയപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നതായിപ്പോയി നവോത്കർഷ സമ്മേളനങ്ങളും അതിന്റെ ആക്രോശങ്ങളും. നവോത്കർഷ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട കാന്തപുരം വിഭാഗത്തെ ആക്ഷേപിക്കലും മുസ്ലിം ലീഗിന്റെ കൂട്ടുകെട്ട് ഉറപ്പിക്കലുമായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംഘശക്തിയും രാഷ്ട്രീയ ബലവും ചൂഷണം ചെയ്ത് മഹല്ലുകളിൽ പത്രാസുള്ള ജീവിതം നയിക്കുന്നതിനു വേണ്ടി അവർ കേൾക്കെ കപട സ്നേഹം പ്രഖ്യാപിക്കാനും ശ്രമിച്ചിട്ടുണ്ട് കപട സമസ്ത നവോത്കർഷക്കാർ. ഇവരുടെ കെണിവലയിൽപ്പെട്ട് മുമ്പ് മുസ്ലിം ലീഗ് അതിന്റെ അന്തസ്സും അഭിമാനവും പ്രഖ്യാപിത ലക്ഷ്യവും പണയപ്പെടുത്തി പലരാലും വെറുക്കപ്പെട്ട ഒരവസ്ഥയിലെത്തിയിരുന്നു. എന്നാൽ ദീർഘദർശികളായ നേതാക്കൾ കഴിഞ്ഞകാല അപാകതകൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിന്റെ ഗുണഫലമായി ലഭിച്ചതാണ് 2009 അന്തസ്സാർന്ന വിജയം. സമുദായത്തിന്റെ പൊതുവേദിയായി തന്നെ മുസ്ലിം ലീഗ് നിലനിൽക്കണം എന്നതാണ് ഇതിനർത്ഥം. പണ്ഡിത വേഷം ധരിക്കുകയും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആദർശത്തിൽ മായം ചേർക്കുകയും ചെയ്യുന്ന വിഘടിത വിഭാഗത്തിന്റെ കപട സ്നേഹ പ്രകടനത്തിൽ ഇനിയും നാം കുടുങ്ങിപ്പോകരുതെന്ന ദൃഢനിശ്ചയം മുസ്ലിം ലീഗിനുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട് ഇപ്പോൾ കത്താതെ നിൽക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെയെങ്കിലും പക്വത കാണിക്കാത്ത വിഘടിതർ
സമുദായ നേതൃത്വം കൈയാളുന്നത് ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിക്കാൻ ഇടയാകുമെന്നതാണ് യാഥാർത്ഥ്യം. അത്രക്കും ഭീകരവും അപകടം നിറഞ്ഞതുമായിരുന്നു ഇവരുടെ ആക്രോശങ്ങൾ. ഒരു മുസ്ലിം പാലിക്കേണ്ട പ്രാഥമിക മര്യാദകൾ പോലും പണ്ഡിത വേഷത്തിലെത്തിയ വിഘടിതരിവിടെ കാണിച്ചില്ല. എന്തൊരു കഷ്ടം! മഹല്ലുകളിൽ നിന്ന് കാന്തപുരം വിഭാഗത്തെ തെറിപ്പിച്ചു വിടണമെന്നും ഇനി മഹല്ലിൽ നമ്മൾ മാത്രം മതിയെന്നും പുലമ്പുന്ന സ്വാഗത പ്രഭാഷകൻ. തൂവെള്ള വസ്ത്രത്തിനകത്ത് ഇത്രയും ധിക്കാരമോ? റഹ്മാൻ ഫൈസിയുടെ ആഹ്വാനം കേൾക്കുക. എല്ലാ മഹല്ലിലും ഈ ശല്യമുണ്ടാക്കുന്ന ഈ അലവരാദികളെ തെറിപ്പിച്ചു വിടണം. അവിടെ ഒറ്റ ഉണ്ടാകാൻ പാടില്ല. ഓലാണ് ശല്യം ഉണ്ടാക്കുക. എല്ലാം മാലിൽ നിന്നൊക്കെ ഒഴിവാക്കണം. ഒരു മാലിലും ഉണ്ടാകാൻ പാടില്ല, ഒരു മദ്രസ ഉണ്ടാകാൻ പാടില്ല, എവിടെ ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മളാളുകൾ തന്നെ മതി. സായാഹ്ന പത്രങ്ങളിലെ രാഷ്ട്രീയ വാർത്തകളും സ്വകാര്യ മാസികകളും ഉയർത്തിപ്പിടിച്ച് പ്രഭാഷണം കൊഴുപ്പിച്ച അബ്ദുസ്സമദ് പൂക്കോട്ടൂർ കാന്തപുരം വിഭാഗത്തെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് കൽപ്പിക്കുന്നത് കാണുക. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നല്ലാതെ എന്തു പറയാൻ? മുസ്ലിം മഹല്ലത്തിൽ നിന്നും ഈ വിഭാഗത്തെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമറാത്തോട് അഭ്യർത്ഥിക്കാം. കേരളത്തിലെ മുഴുവൻ മുസ്ലിം മഹല്ലത്തിൽ നിന്നും ഈ വിഭാഗത്തെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമറാത്തോട് അഭ്യർത്ഥിക്കാം. ചിലർ സംഘടനകളിൽ ഉണ്ടായാൽ അത് രണ്ടാകും, മഹല്ലുകളിൽ ഉണ്ടായാൽ രണ്ടാകും, മൂന്നാകും എന്ന് പറഞ്ഞ് അനൈക്യത്തിന് ശക്തി പകരുന്ന ആലിക്കുട്ടി മുസ്ലിയാർ. പ്രായം പക്വത നൽകാത്ത ഈ വചനങ്ങൾ എത്ര ദൗർഭാഗ്യകരമെന്ന് നാം ചിന്തിക്കുക. ചില ആളുകൾ ഒരു സംഘടനയിൽ വന്നാൽ സംഘടന രണ്ടാകും, ഒരു മഹല്ലിൽ വന്നാൽ മഹല്ല് രണ്ടാകും. സുന്നികൾക്കിടയിൽ ലീഗ് ആഗ്രഹിക്കുന്ന സമവായം പോലും വേണ്ടെന്ന് വെക്കുന്ന വിഘടിത സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തെഞ്ചിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ലീഗ് നേതാക്കളെ പരിഹസിക്കുകയും ആ വായ ഇവിടെ കുലക്കുമോ എന്ന് ചോദിച്ച് അവഹേളിക്കുകയും ചെയ്യുന്നത് കാണുക. ഒരു സമവായ അങ്ങനെ വായണ്ടോ? നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായ എന്ന വായ അത് കൊലക്കും സംശയിക്കും. തൊഗാഡിയൻ പ്രഭാഷണങ്ങളും മോഡിയൻ പിണ്ടം വെക്കൽ ശൈലികൾക്കും ആഹ്വാനം ചെയ്യുന്ന ഈ പണ്ഡിത വേഷധാരികളെയും പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗിന് മുന്നോട്ടു പോകാൻ സാധിക്കുമോ? ഫാസിസ്റ്റുകളെ എതിർക്കാൻ ആവുമോ? അവർ ഈ പ്രസംഗങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ ലീഗിന് പാർലമെന്റിൽ മിണ്ടാൻ കഴിയുമോ? ലീഗിന്റെ തോളിലിരുന്ന് ചെവികടിക്കുന്ന ശൈലിയാണ് വിഘടിത സമസ്ത സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശത്രുവേത് മിത്രമേതെന്ന് മനസ്സിലാക്കാൻ വിഘടിത സെക്രട്ടറി തന്നെ ലീഗിനെ ഉപദേശിക്കുന്നത് കാണുക. അപ്പം ശത്രു ഏത് മിത്രം ഏത് എന്ന് മനസ്സിലാക്കിയിട്ട് നീങ്ങണം. പണ്ഡിത വേഷത്തോട് അല്പവും നീതി പുലർത്താത്ത നിങ്ങളുടെ ഈ ഫാസിസ്റ്റ് മനോഭാവം കാണുമ്പോൾ തീർച്ചയായും ലീഗ് അത് മനസ്സിലാക്കിക്കൊള്ളും. സമവായമുണ്ടാക്കാനുള്ള മുസ്ലിം ലീഗിന്റെ അഭിലാഷം പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഇവരെങ്ങനെ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരാകും? നവോത്കർഷത്തിലെ സ്നേഹപ്രകടന പ്രഖ്യാപനം വെറും പ്രലോഭനം മാത്രമാണെന്ന് സെക്രട്ടറിയുടെയും അനുയായികളുടെയും വാക്കുകൾ ഒരു വേള ശ്രദ്ധിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. മുസ്ലിം ജനവിഭാഗത്തിന്റെ പൊതുവേദിയാകാനാണ് മുസ്ലിം ലീഗിന്റെ നിയോഗം. അതിന് വിഘാതമാകുന്നത് ഏത് പണ്ഡിത വേഷധാരികളാണെങ്കിലും അത് അനൈക്യം ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിന്റെ നാശത്തിന് വേദിയൊരുക്കുന്ന പൈശാചിക ശബ്ദവും പ്രവൃത്തിയുമാണെന്ന് മനസ്സിലാക്കണം. ഇവരുടെ മൊഴികേട്ട് ഒരു കവലച്ചട്ടമ്പിയായി സുന്നത്ത് ജമാഅത്തിന്റെ വാക്താക്കളെ മഹല്ലിൽ നിന്ന് തെറിപ്പിച്ചുവിടാനും പടിയടച്ച് പിണ്ടം വെക്കാനും ലീഗ് തന്നെ നട്ടുനനച്ച ഐക്യത്തിന്റെ വാഴ വെട്ടിക്കളയാനും മുസ്ലിം ലീഗ് തയ്യാറാകില്ല എന്ന് ഉത്ബുദ്ധരായ കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നു. കാരണം മുസ്ലിം ലീഗിന് വളരണം. കേരളത്തിന്റെ ഇട്ടാവട്ടത്തു നിന്നും ഇന്ത്യയുടെ നീലവിഹായത്തിലേക്ക് ഒരു വർഗീയ ഫാസിസ്റ്റുകാരന്റെയും മുമ്പിൽ തല താഴ്ത്താൻ മുസ്ലിം ലീഗിന് ഇടവരരുത്. അതിന് ഈ കിണറ്റിലെ തവളകൾ ഇടയാക്കുകയും ചെയ്യരുത്. വിദ്വേഷം വിളമ്പിയ നവോത്കർഷ സമ്മേളനത്തിന്റെ മുഖ്യപ്രഭാഷകൻ റഹ്മത്തുള്ള കാസിമിയായിരുന്നു. കത്തിക്കയറിയ മുഖ്യപ്രഭാഷണം VCD-യിൽ കാണുന്നത് വെറും 10 മിനിറ്റ് മാത്രം. ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. കാരണം അത്രയും അശ്ലീലവും ആഭാസകരവുമായിരുന്നത്രേ ഇയാളുടെ തിട്ടൂരങ്ങൾ. മുസ്ലിം ലീഗ് നേതാക്കളുടെ കർശന നിലപാട് മൂലം നവ ആക്രോശക്കാരുടെ പ്രഭാഷണങ്ങളിൽ പലതും മുറിച്ചു മാറ്റിയാണ് CD പുറത്തിറക്കിയത്. അങ്ങനെ മേൽമുറി ഇവരുടെ മേൽ ആദ്യത്തെ മുറി ഏൽപ്പിച്ചിരിക്കുന്നു. 6-7 ആളുകൾ മലകുലുക്കി മുരടനക്കി ഖണ്ഡക്ഷോഭം നടത്തിയ ഈ സമ്മേളനത്തിൽ
വിഘടിത സമസ്ത പ്രസിഡന്റും ഇവരുടെയെല്ലാം ആത്മീയ നേതാവുമായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരെ പ്രസംഗിപ്പിച്ചില്ല? എന്തുകൊണ്ട്? മാത്രമല്ല, സ്റ്റേജിലെവിടെയോ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്നും നമ്മളെ പാർട്ടി ലീഗാണെന്നും സെക്രട്ടറി പറയുന്നത് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ഉസ്താദന്മാരും മുമ്പേ ലീഗാണ്, ഞങ്ങളൊക്കെ മുമ്പേ ലീഗാണ്. അത് ക്ഷീണിച്ച ഞങ്ങൾക്കും ശ്രദ്ധയാണ്. നമ്മളെ സ്നേഹിതന്മാരോടും നമ്മളെ നേതാക്കൾ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ലീഗാണ്. അവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വോട്ട് ചെയ്ത് കൊടുത്ത് ഞങ്ങളൊക്കെ. ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ സാധാരണ പറയല് തന്നെ ഇന്റെ അത്ര ലീഗ് വയസ്സിൽ ലീഗുള്ള ആൾ ഇപ്പം ലീഗിലൊന്നുമില്ല. മുമ്പ് പറയുന്നു ഇന്റെ അത്ര പ്രായമുള്ള ലീഗുകാരപ്പം അവിടെ ഇല്ല. ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളാ ഭാഗത്തൊക്കെ ഈ തൊഴിലാളികളുടെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് മറ്റും എല്ലാവും അന്ന് ലീഗിന്റെ കൊടി തോളിൽ വെച്ച് നടന്ന ആളാണ് ഞാൻ. കൊടിയും പിടിച്ച് നടന്നാണ്. പിന്നെ അതിനു വേണ്ടി പ്രവർത്തിയും മരിക്കണവരെ. സമസ്തയുടെ ബാനറിൽ യോഗം സംഘടിപ്പിച്ച് അതിന്റെ പ്രസിഡന്റും ആത്മീയ നേതാവുമായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരെ വേദിയിൽ എവിടെയോ ഒളിപ്പിച്ച് നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്നും നമ്മുടെ പാർട്ടി മുസ്ലിം ലീഗാണെന്നും പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സമസ്ത എന്നാൽ ലീഗും ലീഗ് എന്നാൽ സമസ്തയൊന്നുമാണോ? ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ബോഡി ഗാർഡായി അവരുടെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് മറ്റ് വിഭാഗങ്ങളുടെ എതിർപ്പ് ഏറ്റുവാങ്ങി കിണറാണ് ലോകം എന്ന് കരുതാൻ ഇനിയും ലീഗിനാവില്ല. ആരുടെയെങ്കിലും ഭീഷണിക്ക് മുമ്പിൽ അതിന്റെ പ്രഖ്യാപിത നയം തിരുത്തേണ്ട ആവശ്യവും ലീഗിനില്ല. ലീഗും സമസ്തയും ഒന്നാണെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാലും ശരിയാവില്ല. കാരണം സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നുമാണ് സമസ്തയുടെ നയമെന്നും സമദ് പൂക്കോട്ടൂർ. സമസ്തയുടെ നയമെന്ന് പറയുന്നത് അന്നും ഇന്നും ഒന്നാണ്. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. സമസ്തയുടെ നയമെന്ന് പറയുന്നത് അന്നും ഇന്നും ഒന്നാണ്. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവുമാകാമെന്നും സമസ്തയുടെ പഴയ ആലിമീങ്ങളിൽ കോൺഗ്രസുകാർ ഉണ്ടായിരുന്നുവെന്നും വിഘടിത സെക്രട്ടറി ചെറുശ്ശേരി. ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയമാകാം. സമസ്തന്റെ പഴയ ആലിമീങ്ങൾ കോൺഗ്രസുകാരുണ്ട്. ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയമാകാം. സമസ്തന്റെ പഴയ ആലിമീങ്ങൾ കോൺഗ്രസുകാരുണ്ട്. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവുമാവാമെങ്കിൽ സമസ്തയിൽ കോൺഗ്രസുകാർ ഉണ്ടായിരുന്നുവെങ്കിൽ സമസ്ത സമ്മേളന വേദിയിൽ നമ്മുടെ നേതാവ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്നും നമ്മുടെ പാർട്ടി ലീഗെന്നും പറയുന്നതിന്റെ യുക്തി എന്ത്? മുമ്പുണ്ടായിരുന്ന ആലിമീങ്ങളിൽ പലരും കോൺഗ്രസ് അനുഭാവികളായിട്ടും അവരാരും സമസ്തയുടെ സ്റ്റേജ് കോൺഗ്രസിന് വേണ്ടി ഉപയോഗിച്ചില്ല എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കുക. വിഘടിത സെക്രട്ടറി സംഘടനാ വിരുദ്ധ പ്രഖ്യാപനമാണ് നടത്തിയതെന്ന് പറയാൻ വിവേകമുള്ള ആരെങ്കിലും അപ്പുറത്തുണ്ടോ? ചോദ്യം. ചെറുശ്ശേരി അയാളുടെ രാഷ്ട്രീയം അണികളിൽ അടിച്ചേൽപ്പിക്കാൻ താൽപര്യപ്പെടുമ്പോൾ നാളെ കോൺഗ്രസ് താൽപര്യമുള്ള ജനറൽ സെക്രട്ടറി വന്നാൽ, പ്രഭാഷകൻ വന്നാൽ നമ്മുടെ നേതാവ് സോണിയാഗാന്ധി എന്നും മൻമോഹൻ സിംഗ് എന്നും സമസ്തയുടെ സ്റ്റേജിൽ നിന്ന് പറയുന്നത് കേൾക്കേണ്ടി വരുമോ? ചോദ്യം. അവരുടെ രാഷ്ട്രീയം സമസ്തക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമോ? ചോദ്യം. കാത്തിരുന്ന് കാണേണ്ടതാണ്. വടക്കു നിന്നൊരു സഖാഫി BJP-യിൽ ചേർന്നിട്ടുണ്ടെന്ന് പ്രഭാഷകൻ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ. ഈ മെയ് മാസം 2-ാം തീയതി പുറത്തിറങ്ങിയ കാസർകോട്ടെ ലേറ്റസ്റ്റ് കൊട്ടോടി ജുമാ മസ്ജിദിലെ ഖത്തീബ് മുഹമ്മദ് സഖാഫി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ സാന്നിധ്യത്തിൽ BJP-യുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. ഇതിന് പറയുന്നു, ഇതിനെതിരെ സംഘടനാ തലത്തിൽ സഖാഫിയെ ഫോണിൽ വെച്ച് ശാസിച്ചിരുന്നു. BJP-യിൽ ചേർന്ന സഖാഫിയെ സംഘടന ശാസിച്ചത്രേ. അയാൾക്ക് AP വിഭാഗത്തോട് വെറുപ്പ് തോന്നിയാൽ ഉടനെ അയാൾ EK വിഭാഗത്തിലേക്ക് വരും. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ അനൗൺസറെ പോലെ മൈക്ക് പോയിന്റിൽ അയാളായിരിക്കും. അപ്പോൾ അദ്ദേഹം സമസ്തയുടെ സ്റ്റേജിൽ വെച്ച് നമ്മുടെ നേതാവ് ലാൽ കൃഷ്ണ അദ്വാനി എന്നും നരേന്ദ്രമോദി എന്നുമൊക്കെ പറയും. അതും ഈ സമൂഹം കേൾക്കേണ്ടി വരുമോ? മോഡിയുടെ വികസനം അബ്ദുള്ളക്കുട്ടിയിലൂടെ നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞല്ലോ. എതിരാളികളെ മുഴുവൻ തെറിപ്പിക്കുന്ന, പിണ്ടം വെക്കുന്ന മോഡിയൻ ചിന്താഗതിയാണല്ലോ നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഒരു പണ്ഡിത സഭയിൽ നിന്ന് ഇത്രയും തരം താണ ആക്രോശങ്ങൾ ഒരാളും പ്രതീക്ഷിച്ചതും അല്ല. രാഷ്ട്രീയാതീതമായി പ്രവർത്തിച്ചിരുന്ന സമസ്തക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയം നിങ്ങൾ നൽകിയതാണ് സമസ്തയിലെ പ്രശ്നങ്ങളുടെ കാതലെന്ന് പുതുതലമുറയിൽപ്പെട്ട സുന്നികൾക്കും ലീഗ് അണികൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ
നിങ്ങളുടെ നവോത്കർഷ സമ്മേളനം കൊണ്ട് സാധിച്ചു എന്നതാണ് സത്യം. ആ സ്ഥിതിക്ക് ഈ സമ്മേളനം കാന്തപുരം വിഭാഗത്തിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. വിഘടിത സമസ്ത പ്രസിഡന്റിനെ പ്രസംഗിപ്പിക്കാതിരിക്കാൻ കാരണങ്ങൾ പലതും പറഞ്ഞു കേൾക്കുന്നു. ചുറ്റും കൂടി നിൽക്കുന്ന 10 അനുയായികളെ ഒന്നും ഉപദേശിക്കാനും നിർദ്ദേശിക്കാനുമില്ലാത്ത നിർഗുണനാണ് അദ്ദേഹം എന്ന് അനുയായികളെ കൊണ്ട് സമ്മതിപ്പിക്കാനാണോ, അതോ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ട് ഇത്രയും നാളായിട്ടും നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് കള്ളം പറഞ്ഞ് പ്രസംഗിക്കാനും നുണകൾ വിളിച്ചു പോവാനും അദ്ദേഹത്തിന് ശീലമില്ലാത്തതുകൊണ്ടുമാണോ അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കാതിരുന്നത്? മതിരിച്ച് തുപ്പാനും വയ്യ, കൈച്ചിട്ടി ഇറക്കാനും വയ്യ എന്ന പരുവത്തിലാണ് പ്രസിഡന്റിനെയും കൊണ്ട് നിങ്ങൾ പെട്ടിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ തെറുപ്പിച്ചു വിടാത്തത് അദ്ഹരിത്തങ്ങൾ തെറുപ്പിക്കപ്പെട്ടപ്പോഴുള്ള പൊല്ലാപ്പുകൾ ഊഹിച്ചിട്ടാണെന്നും അറിയാം. നിങ്ങളുടെ തെറുപ്പിച്ചുവിടൽ സ്വന്തം സമസ്തയിൽ പോലും നടക്കുന്നില്ല അല്ലേ? ഇപ്പോഴത്തെ പ്രസിഡന്റിനെ മാറ്റാതെ നിർത്തിയതിന് മറ്റൊരു കാരണം കൂടി പറഞ്ഞു കേൾക്കുന്നത്, അടുത്ത് ആ കസേലയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കാസിമി തെറിപ്രഭാഷണത്തിൽ കഴിവ് തെളിയിക്കട്ടെ എന്നതാണത്രേ. അതിനാണ് അദ്ദേഹം പട്ടിക്കാട്ട് വെച്ച് പാഷാണ പ്രഭാഷണം നടത്തിയതെന്നും പറയപ്പെടുന്നു. എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കാസിമി ഭരണിപ്പാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ അധപ്പതിച്ചിട്ടുണ്ടെന്നാണ് മേൽമുറിയിലെ പ്രഭാഷണം കേട്ട SK കുട്ടികൾ പോലും പറയുന്നത്. മുറിച്ചു മാറ്റി പ്രസിദ്ധം ചെയ്തതിൽ തന്നെ ഒരു നിലവാരവുമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും തെറികളും മാത്രമേ ഉള്ളൂ. വിചാരിച്ചതിലും വേഗത്തിൽ ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കിയ കാസിമിക്ക് അധികം താമസിയാതെ വിഘടിത സമസ്തയുടെ പ്രസിഡന്റാകാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അതിന് കുറച്ച് പ്രായവും വേണ്ടേയെന്ന്. അതിനും അയാൾ വഴി കണ്ടിട്ടുണ്ട്. പ്രായമായ സഹത്തറിത്തൊഴിലാളികൾ പോലും നിന്ന് കുരക്കുമ്പോൾ ഇയാളിപ്പോൾ അധികവും ഇരുന്നാണ് മോങ്ങുന്നത്. എനിക്ക് പ്രസിഡന്റാകാനുള്ള പ്രായമൊക്കെ ആയി എന്നാണത്രേ ഈ ഇരുത്തത്തിന്റെ അർത്ഥം. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു വലിയ കാര്യം തുറന്നു പറയുന്നുണ്ട്. ഭാവി പ്രസിഡന്റിന്റെ മഹത്തായ കണ്ടുപിടുത്തം നമുക്കൊന്ന് കേൾക്കാം. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീഹ്, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ. ഒന്ന്. 2 ത്വാലിബുൽ ദുനിയ, കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീഹ്, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ. ഒന്ന്. 2 ത്വാലിബുൽ ദുനിയ, കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. നാളുകളായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച മുഖ്യ പ്രഭാഷകന്റെ ഈ പ്രഖ്യാപനം കണ്ടില്ലേ? കാന്തപുരം അനുയായികൾ പച്ചപ്പൊട്ടന്മാരാണത്രേ. എന്നാൽ തനി പൊട്ടത്തരം കാണിക്കുന്നതും പറയുന്നതും ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ഡിത വേഷത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൊപ്പിയെടുത്ത് മാറ്റുക, മണ്ടമ്മ ചൊറിയുക, വളിച്ച വിളിക്കുക. ഒരു സദസ്സിൽ മുഖ്യ പ്രഭാഷകന്റെ റോളിലിരിക്കുമ്പോൾ ആ സദസ്സിനോട് അന്തസ്സ് കാണിക്കാത്ത കാസിമി, നിങ്ങളാണ് പച്ചപ്പൊട്ടൻ, കാന്തപുരത്തിന്റെ അനുയായികളല്ല. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. ഗവേഷണം ചെയ്ത് ഭൂലോക വങ്കത്വം കണ്ടുപിടിച്ച് വിളമ്പി പച്ചപ്പൊട്ടനായ അദ്ദേഹത്തിന്റെ അറിവും കഴിവും നല്ലവണ്ണം തെളിയിക്കുന്ന മറ്റൊരു ഭാഗം കാണുക. സമസ്തയുടെ സ്റ്റേജിൽ എത്താൻ ഇത്രയൊക്കെ കഴിവ് വേണോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. വളരെ ഗൗരവമായി ബഹുമാനപ്പെട്ട അമീർ ബൈത്തി ഇവിടെ പറഞ്ഞപ്പോ അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ തിരിച്ചുപോയി. എല്ലാം കൂടി നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഇന്ത്യൻ യത്തീമുകൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധില്ല, നിനക്ക് മുമ്പേ അറിയാം. പക്ഷെ ബുദ്ധില്ലാന്ന് മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെ അബുൽ ഐത്താം ഉണ്ടാവുക? യത്തീമക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മയന? അനാഥകളുടെയും അഗതികളുടെയും കണ്ണീരൊക്കുന്നതിനു വേണ്ടി രാപ്പകൽ ലോക രാജ്യങ്ങളിൽ ഓടി നടക്കുന്ന ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ, കാലത്തിന്റെ ഇതിഹാസപുത്രൻ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഗൾഫ് പത്രത്തിൽ അബുൽ ഐത്താം എന്ന് വിശേഷിപ്പിച്ചതാണ് കാസിമിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അബുൽ ഐത്താം എന്നതിന്റെ വാക്കർത്ഥം പറഞ്ഞു,
യതീം കുട്ടികൾക്കെല്ലാം ഇയാളെങ്ങനെ വാപ്പയാകുമെന്നും അങ്ങനെയാകുമ്പോൾ ശരിയായ വാപ്പമാർക്കെല്ലാം പിഴച്ചില്ലേ എന്നുമാണ് ഇയാളുടെ ചോദ്യം. അബുൽ ഐത്താം എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലും ഇയാൾക്കറിയില്ല. അതുകൊണ്ട് ഇയാൾ പൊട്ടനാകണ്ട എന്ന് കരുതി കാന്തപുരം തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അത് നേരത്തെ നിജസ്തുതി മൗലാന അമ്പലക്കടവ് പറയുന്നുമുണ്ട്. കേൾക്കുക. ഈ പത്രത്തിന്റെ തലവാചകം തന്നെ കേൾക്കണോ? ഇയാളെ ഫോട്ടോ വെച്ചുള്ള അഭിമുഖം. അബുൽ ഹുനൂദിൽ ഐത്താം, ഇന്ത്യൻ യതീമുകളുടെ പിതാവ്. ഇന്ത്യൻ യതീമുകളുടെ പിതാവ് എന്ന് വെറുതെ പറയുകയല്ല, ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വളരെ കൃത്യമായി. യുത്ലഖു അലൈക്കും ലഖബു അബുൽ ഐത്താം ഫിൽ ഹിന്ദ് ഫമാ ഹികായതു ഹാദിൽ ഇസ്മി. നിങ്ങൾക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് ഇന്ത്യൻ യതീമക്കളുടെ പിതാവ് എന്നാണല്ലോ. ഇങ്ങനെ സ്ഥാനപ്പേര് വരാൻ കാരണമെന്ത്? അവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന എന്റെ സ്ഥാനപ്പേര് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ഐത്താമിന്റെ പിതാവ് എന്നാണ്. അയാളെന്ന് മറുപടി പറയുകയാണ് വളരെ കൃത്യമായി, ഞാൻ അങ്ങനെ ഒന്നും അർഹനല്ല. ലസ്തു അഹ്ലി ഹാദിൽ ഇസ്മി ലാകിൻ മുൻദു 25 സന വഅന ഉറബ്ബിൽ ഐത്താം വഇൻദി മുഅസ്സസ ഖാസ ലികഫാലത്തിൽ ഐത്താം ഫിഹാ കുല്ല ആം 2000 യതീം മിന ദുകൂരി വൽ ഇനാസ് ബിഹംദില്ലാഹ്. ഞാൻ അങ്ങനെ യതീമുകളെ സംരക്ഷിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ 25 കൊല്ലമായിട്ട് ഞാൻ ഒരുപാട് യതീം കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാന്തപുരം വിശദീകരിച്ചത് അമ്പലക്കടവ് പറഞ്ഞു കൊടുത്തിട്ടും കേൾക്കാൻ ഇയാൾക്ക് കാതില്ല. ഗൾഫ് പത്രം അവിടെ അമ്പലക്കടവ് കാണിക്കുന്നുണ്ട്. അത് കാണാൻ ഇയാൾക്ക് കണ്ണില്ല. അമ്പലക്കടവ് പറഞ്ഞത് കേട്ട് ഇയാൾ മനസ്സിലാക്കുന്നുമില്ല. സത്യത്തിനു നേരെ ഇയാളുടെ കൽബും അടഞ്ഞിട്ടുണ്ട്. സുമ്മും ബുക്കുമുൻ ഉമ്യുൻ എന്ന് പറഞ്ഞതുപോലെ ഇയാൾ കണ്ണും കാതും ഹൃദയവും അടഞ്ഞ സമ്പൂർണ്ണ പച്ചപ്പൊട്ടനാകുന്നു. കാസിമി പറയൂ, നിങ്ങൾ ആരാണ്? പച്ചപ്പൊട്ടൻ. പച്ചപ്പൊട്ടൻ പച്ചപ്പൊട്ടൻ എന്ന് വെറുതെ പറയുന്നതല്ല. ഈ സമ്മേളനം തോന്നിയത് വിളിച്ചു പറയാനുള്ളതല്ലെന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറയുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സമ്മേളനം, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്ത തോണിയെന്ന് പറയുന്ന സ്ഥലത്തല്ല. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമ്മേളനം, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്ത തോണിയെന്ന് പറയുന്ന സ്ഥലത്തല്ല. അപ്പോൾ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞാൽ ആരാകും കാസിമി? പച്ചപ്പൊട്ടൻ. പച്ചപ്പൊട്ടൻ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ പച്ചപ്പൊട്ടൻ. അന്ധരും ബധിരരും മൂകരുമായ വിദ്യാർത്ഥിനികളെ സർവ്വതും നൽകി സംരക്ഷിക്കുന്ന മഹാമനീഷിയാണ് സ്വലാത്ത് നഗറിന്റെ നായകൻ ഷേഖുന സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. സമുദായ സേവനത്തിലെ നിറസാന്നിധ്യമായിക്കൊണ്ട് അഹ്ലുബൈത്തിന്റെ ഇസ്സത്തായ തങ്ങൾ സമുദായത്തിന്റെ പുരോഗതിക്ക് വേഗം കൂട്ടിയ മാതൃകാ യോഗ്യനാണെന്ന് അറബ് മലയാളി പണ്ഡിതന്മാരും നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഒരുപോലെ സമ്മതിച്ചതാണ്. എന്നാൽ തങ്ങളുടെ വഴിതെറ്റിപ്പോയെന്നാണ് ഖാസിമി പറയുന്നത്. പക്ഷേ നിങ്ങളുടെ വഴി തെറ്റിയിരിക്കുന്നു എന്ന് വളരെ താഴ്മയിലും വിനയത്തിലും അപേക്ഷിക്കുകയാണ്. വളരെ ഗൗരവമായി ഇത് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങളുടെ വഴി തെറ്റിയിരിക്കുന്നു എന്ന് വളരെ താഴ്മയിലും വിനയത്തിലും അപേക്ഷിക്കുകയാണ്. വളരെ ഗൗരവമായി ഇത് മനസ്സിലാക്കുക. ഖാസിമി മഹാനായ ഖലീൽ തങ്ങൾക്കല്ല വഴിതെറ്റിയിരിക്കുന്നത്. തങ്ങൾ അന്നും ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ പ്രവർത്തിക്കുകയും മുന്നേറുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഖുർആൻ പ്രഭാഷകനായി പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ തെറിപ്രഭാഷകനായി ഓരിയിടുകയാണ്. സയ്യിദുമാരെയും ആലിമീങ്ങളെയും അധിക്ഷേപിക്കുകയാണ്. രാഷ്ട്രീയാതീതമായി പ്രവർത്തിക്കേണ്ട സംസ്ഥയെ രാഷ്ട്രീയക്കാർക്ക് വാലാട്ടുന്ന പരുവത്തിലേക്ക് അധപ്പതിപ്പിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ മൂട് താങ്ങി നടക്കുകയാണ്. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. സ്വലാത്ത് സദസ്സ് സംഘടിപ്പിക്കുന്ന, അനാഥ അഗതികളെ സംരക്ഷിക്കുന്ന ദീനീ സേവനം ചെയ്യുന്നയാൾക്ക് വഴിതെറ്റിയതായി വിളിച്ചുകൂവിയാൽ അതിനാണ് പൊട്ടത്തരം എന്ന് പറയുക. അപ്പോൾ സദസ്സിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അവൻ ആരാകും കാസിമി? പച്ചപ്പൊട്ടൻ. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ തന്നെയാണ് പച്ചപ്പൊട്ടൻ. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. നിങ്ങൾക്ക് മാത്രമല്ല, കൂടെയുള്ളവർക്കും ഖലീൽ തങ്ങളോട് വിരോധമുണ്ട്. തങ്ങളോടുള്ള വെറുപ്പുമൂത്ത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് കാണുക. തങ്ങളുടെ ശരീരപ്രകൃതിയെ സൂചിപ്പിച്ച് ഇവരുടെ മുതിർന്ന നേതാവ് പൂക്കോട്ടൂർക്കാരൻ പറയുന്നത് തങ്ങളെ ഫോട്ടോയിൽ കൊള്ളാത്ത പ്രശ്നമേ ഉള്ളൂ എന്നാണ്. ശ്രദ്ധിക്കുക. ഫോട്ടോയിൽ തങ്ങളെ കൊള്ളാത്ത പ്രശ്നമേ ഉള്ളൂ. ഫോട്ടോയിൽ തങ്ങളെ കൊള്ളാത്ത പ്രശ്നമേ ഉള്ളൂ. തങ്ങൾക്കെതിരെ ഒളിയമ്പായിക്കൊണ്ട് ബിംബങ്ങൾ തച്ചുടക്കും എന്ന് പറയുന്നത് കാണുക. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണെന്ന് വഹാബി പറഞ്ഞതിന്റെ ചുവട് പിടിച്ചാണ് ഈ പ്രയോഗം. അത്തരം ബിംബങ്ങളെ തച്ചുടക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത്തരം ബിംബങ്ങളെ തച്ചുടക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഉത്തരവാദപ്പെട്ടത് മാത്രം പറയുന്ന സദസ്സാണെന്ന് തൊള്ളയിട്ട അതേ സദസ്സിൽ ഖാസിമി ഒരു ഉത്തരവാദിത്വവുമില്ലാതെ തനിക്കല്ല് വെച്ച നുണ തട്ടിവിടുന്നത് കാണുക.
മഴദിനിൽ കുട്ടികളെ ചേർക്കരുതെന്നും അവിടെ മാർക്സിസവും ലെനിനിസവുമാണ് പഠിപ്പിക്കുന്നതെന്നും കാസിമി അലറിപ്പറയുന്നു. ഒരൊറ്റ കാര്യം എനിക്ക് ഈ രാജ്യത്തെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട് പറയാനുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ ഏകദേശം പഠിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കുട്ടികളെയാണ്. ഇവരുടെ ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങളടക്കം പഠിപ്പിക്കപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ്. അവിടെ പഠിപ്പിക്കുന്നത് ലെനിന്റെയും എംഗൽസിന്റെയും ആദർശങ്ങളാണ്. അതിനെതിരെ പടപൊരുതാൻ ഒരിക്കലും ആ മക്കൾ നമുക്ക് ഭാവിയിൽ ഉപകരിക്കുകയില്ല. ഇങ്ങനെ ഉത്തരവാദിത്തമുണ്ടെന്ന് നിങ്ങൾ പറയുന്ന ഒരു സദസ്സിൽ നിന്ന് സാത്വികനായ ഒരു സയ്യിദ് നടത്തുന്ന സ്ഥാപനത്തെക്കുറിച്ച് പെരും നുണ തട്ടിവിടുമ്പോൾ അയാൾ ഈ സമൂഹത്തിന് മുന്നിൽ ആരാണ് കാസിമി? നിങ്ങൾ തന്നെ പറയുക. പച്ചപ്പൊട്ടൻ. കാന്തപുരത്തിന്റെ അനുയായികളിൽ രണ്ടാമതൊരു കൂട്ടർ ത്വാലിബുദ്ദുനിയ, കച്ചവടത്തിന് കൂടിയവർ ആണെന്ന് കാസിമി പറയുന്നു. ഖുർആൻ പ്രഭാഷകൻ എന്ന നിലയിൽ നിങ്ങൾ കൈപ്പറ്റുന്ന പണവും സൗകര്യങ്ങളും അതിന്റെ സീഡികൾ വിറ്റുപോകുന്ന വകയിൽ നിങ്ങൾ പിടിച്ചുപറിക്കുന്ന റോയൽറ്റിയും നാട്ടിലാകെ പാട്ടാണ് കാസിമി. കാന്തപുരത്തിന്റെ അനുയായികളല്ല കാസിമി കച്ചവടത്തിന് കൂടിയവർ. അവർ സമയവും സമ്പത്തും ചെലവഴിച്ച് സമുദായ സേവനം നടത്തുകയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ്. മർക്കസ്, മഅദിൻ, സഅദിയ, സിറാജുൽ ഹുദ തുടങ്ങിയ ലോക നിലവാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുകയാണ്. സാമ്പത്തികമായിട്ട് ഞങ്ങളെ പരിധിനേക്കാളും മുകളിലാണ് ഇവിടുത്തെ പഠിപ്പ്. ഞാൻ വിചാരിച്ചില്ലേറെ എൻ്റെ കുട്ടീൻ്റെ പഠിപ്പ് മുകളിലായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ സഹായങ്ങളൊന്നും, രക്ഷിതാക്കളുടെ സഹായങ്ങളൊന്നും ഇതിന് കിട്ടണില്ല. പുറത്തുനിന്നുള്ള സഹായമാണ് ഇതിന് മെയിൻ ആശ്രയം. നിങ്ങളോ, നിങ്ങൾ സമുദായ സ്നേഹികളായ ലീഗുകാരെ സുഖിപ്പിച്ച് ദുനിയാവിലെ പത്രാസ് നേടിയെടുക്കുകയാണ്. മലബാറിൽ 99% പള്ളി മദ്രസകൾ ഭരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരാണ്. യാതൊരു സംശയമില്ല. അല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞ അല്ലേ? ഇവിടുത്തെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കടക്കം ഇവിടെ ഈ കാണുന്ന പത്രാസുകളൊക്കെ കാണിക്കാൻ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സമുദായ സ്നേഹികളായ മുസ്ലിം ലീഗുകാരാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ കാണുന്ന ആലിമീങ്ങളെല്ലാം ഈ വിനീതനടക്കം മുസ്ലിം ലീഗുകാരായ സമുദായ സ്നേഹികൾ തന്ന ഭക്ഷണം കഴിച്ചാണ് ഇവിടുത്തെ 99.4% ആളുകളും ദീനി പ്രവർത്തനം നടത്തുന്നത്. ഒരു നന്ദി. ഖലീൽ തങ്ങൾ സ്വലാത്ത് നടത്തി കമ്മ്യൂണിസത്തിന് വോട്ട് പിടിച്ച് കമ്മ്യൂണിസം വളർത്തുകയാണെന്ന് ആക്ഷേപിക്കുന്ന കാസിമി, പൂക്കോട്ടൂർ തുടങ്ങിയ ഖണ്ഡക്ഷോഭകാരികളെ എം വി രാഘവനും കെ ആർ ഗൗരിയമ്മക്കും നിങ്ങൾ വോട്ട് ചെയ്താലും കമ്മ്യൂണിസം തന്നെയാണ് വളരുക, അല്ലാതെ നിങ്ങളുടെ സമസ്തയൊന്നുമല്ല. ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് സത്യം ചെയ്യുന്ന അവരുടെ നേതാക്കൾ ആരെല്ലാമാണെന്ന് കാസിമി പറയുന്നത് കേൾക്കുക. കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാ? വ്ളാഡിമിർ ലെനിൻ. ലെനിൻ വ്യഭിചരിച്ചിട്ട് സിഫിലിസ് ബാധിച്ച് ചത്തുപോയാളാണ് വ്ളാഡിമിർ ലെനിൻ. ലോകത്തിന് അനിഷേധ്യമായ വസ്തു. വ്യഭിചരിച്ച് സിഫിലിസ് ബാധിച്ച് ചത്തുപോയ ആളാണ് വ്ളാഡിമിർ ലെനിൻ. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമ്മേളനം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്താ, തോണിയർ പറയുന്ന സ്ഥലത്തല്ല. ഇത് ഞാൻ കേരളത്തിൽ 100കണക്കിന് സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ കാമാണ് വേണ്ടിയിട്ടില്ല. ടി കെ ഹംസ സ്വലാത്ത് നഗറിൽ വന്നതിന് കാസിമി ഖലീൽ തങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ പ്രഭാഷണം പരിശുദ്ധ റമദാനിൽ സംഘടിപ്പിച്ചിട്ട് അതിൽ മുഴുത്ത കമ്മ്യൂണിസ്റ്റുകാരനെ ക്ഷണിച്ചിരുത്തി ആദരിച്ചതിൽ കുഴപ്പമൊന്നും ഇല്ലതാനും. കാസിമി, ഇതെന്ത് ന്യായമാണ്? നിങ്ങൾ ചെയ്താൽ ശരി, മറ്റൊരാളുടെ സദസ്സിൽ ഒരാൾ വന്നാൽ തെറ്റ്. അപ്പോൾ തെറ്റ് നിങ്ങൾക്കാണ് സംഭവിച്ചത്, ഖലീൽ തങ്ങൾക്കല്ല. അപ്പോൾ സ്വന്തം കുറ്റം മറ്റൊരാളുടെ മേൽ വെച്ച് കെട്ടുന്നവർ ആരാണ് കാസിമി? നിങ്ങൾ തന്നെ പറയൂ. കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് നവോത്കർഷക്കാരുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നെങ്കിലും നിങ്ങളെ അവർ പരിഗണിക്കാത്തതാണ് പ്രശ്നമെന്ന് കൂടത്തെ പറയുന്നത് കേൾക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും അവശേഷിക്കുന്ന 2 വർഷക്കാലമെങ്കിലും കഴിഞ്ഞ 3 വർഷക്കാലത്തെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മതപഠനം സുതാര്യമായി നടത്താനും ദൈവനിഷേധം പാഠപുസ്തകത്തിൽ കടത്തിക്കൂട്ടാതിരിക്കാനും ശ്രമിക്കുകയും എല്ലാ സംഘടനകളെയും ഒരേപോലെ കാണാനും ഗവൺമെന്റ് തയ്യാറാവുകയും ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അല്ലാത്ത പക്ഷം അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ബാക്കി 2 വർഷം പരിഗണിക്കണമെന്നും ഇല്ലെങ്കിൽ പരാജയമായിരിക്കുമെന്നും പറയുന്നത് കേട്ടുവല്ലോ. അപ്പോൾ ശേഷിക്കുന്ന 2 വർഷം
ഇവരെ പരിഗണിച്ചാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റുകളെ വിജയിപ്പിക്കുമെന്നാണല്ലോ ഇയാൾ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഈ സലാമത്ത് നഗറും നവോത്കർഷവും ലീഗിനോടുള്ള കപട സ്നേഹപ്രകടനവും രഹസ്യമായി കമ്മ്യൂണിസ്റ്റ് കൂട്ടിക്കൊടുപ്പുമാണെന്ന് മനസ്സിലായി. ആളെ കാട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയപ്പെടുത്തി കാര്യം നേടി. സലാമത്താകാനുള്ള ഒരു വലിയ കുതിരക്കച്ചവടമാണ് ഈ നവോത്കർഷ സമ്മേളനം. അങ്ങനെ ഒരേ സമയം ഇടത് വലത് പാർട്ടികളെ സമ്പൂർണ്ണ ചൂഷണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വിഘടിത വിഭാഗം. ചൂഷണത്തിനു വേണ്ടി ധൃതിയിൽ നമീമത്ത് നഗർ തട്ടിക്കൂട്ടിയ വിഘടിതർ വർഷങ്ങളായി സമുദായത്തിന് ഗുണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വലാത്ത് നഗറിനെ ചൂഷണം ചെയ്യുന്നിടം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതും അതിൽ നിന്നും സലാമത്താക്കാനാണ് ഈ സ്ഥലത്ത് സലാമത്ത് നഗർ സ്ഥാപിക്കുന്നതെന്നും പറയുന്നത് കേൾക്കുക. സലാത്ത് നഗർ സലാത്തിന്റെ സദസ്സ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗറുണ്ടത്. സലാത്ത് നഗർ സലാത്തിന്റെ സദസ്സ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗറുണ്ടായത്. ചൂഷണത്തിനെതിരാണ് സലാമത്ത് നഗർ എന്ന് വിശദീകരിച്ച അതേ പ്രഭാഷകൻ തന്നെ സലാമത്ത് നഗറിലെ ആദ്യത്തെ ചൂഷണം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് കാണാം. ഇല്ലാത്ത പൊള്ളുകൾ അടിച്ച് സപ്ലിമെന്റാക്കി വിറ്റ് ചൂഷണം ചെയ്യുകയാണിവിടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ കൊള്ളൊരു ബുക്ക് ഇവിടെ ഉൾക്കാണ്ട് അതിലുണ്ട്. ഇയാൾ പറഞ്ഞു കൊടുത്തൊക്കെ അതിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. ഇവിടെ വാങ്ങിക്കോളി. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ കൊള്ളൊരു ബുക്ക് ഇവിടെ ഉൾക്കാണ്ട് അതിലുണ്ട്. ഇയാൾ പറഞ്ഞു കൊടുത്തൊക്കെ അതിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. ഇവിടെ വാങ്ങിക്കോളി. സ്വലാത്ത് നഗറിന്റെ നായകൻ ചിലരെ കെട്ടിപ്പിടിച്ചതിനാൽ ഡെറ്റോളിട്ട് കഴുകേണ്ടി വന്നു എന്ന് കൂടുവിട്ട് കൂടുമാറിയ അനൗൺസർ ഇയാൾ എന്തിനാണ് വലിച്ചെറിയപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നത് വിഘടിത സമസ്തയിൽ എങ്ങനെ ഇത്തരം ഇരുകാലികൾ എത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും. സ്വലാത്ത് നഗറിന്റെ നായകൻ ചില ആളുകളെ കെട്ടിപ്പിടിച്ചപ്പോ ഡെറ്റോൾ കൊണ്ട് മുഖം കഴുകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സലാമത്ത് നഗറിന്റെ നായകൻ ഒരാളെ ചുംബിച്ചതിന്റെ പേരിൽ ഡെറ്റോൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനം കാതോത്തിരിക്കുന്നത് സ്വലാത്ത് നഗറിന്റെ നായകൻ ബഹുമാന്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ്. അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയതായി വിഘടിത പാളയത്തിൽ അടുക്കള പണിയെടുക്കുന്ന അനൗൺസറോ മറ്റ് മൂടുതാങ്ങികളോ ഒന്ന് തെളിയിക്കുമോ? എന്നാൽ ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടാവാം ഖാസിമി എല്ലാവരും കേൾക്കെ ഇത് തോന്നിയത് പറയുന്ന സ്ഥലമല്ലെന്ന് വിളിച്ചു കൂവിയത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമ്മേളനം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്താ, തോന്നിയത് പറയുന്ന സ്ഥലത്തല്ല. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമ്മേളനം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്താ, തോന്നിയത് പറയുന്ന സ്ഥലത്തല്ല. തോന്നിയത് വിളിച്ചു പറയരുതെന്ന് പറഞ്ഞ ഖാസിമി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് നാം നേരത്തെ കേട്ടുവല്ലോ. അപ്പോൾ പൊട്ടത്തരം പറയാനുള്ള അവകാശം തനിക്ക് മാത്രമാണെന്നതായിരിക്കാം ഇങ്ങനെ പറഞ്ഞതിന് അർത്ഥം. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. പുതുതായി സ്ഥാപനങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല. ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് നടത്താനും വിടില്ല. ഇതാണ് വിഘടിത നയം. നേരെ ചൊവ്വേ ഒന്നും നടത്താൻ കഴിയാത്ത ഈ കൂട്ടർ കാന്തപുരവും അനുയായികളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ തങ്ങൾക്ക് കിട്ടുമെന്ന് സ്വപ്നം കണ്ട് കഴിയുകയാണ്. പിന്നെ കാന്തപുരത്തിന് കുറെ പള്ളില്ലേ, എത്തിങ്ങാനല്ലേ, മർക്കസില്ലേ, എന്താ ചെയ്യാം? ഒരു പ്രശ്നമല്ല ഉണ്ടാകട്ടെ, അതൊക്കെ നമുക്കുള്ളതാ. ഇപ്പൊ പോകും സൂരി ഒലിച്ചു പോകാനുള്ളതാ, അണഞ്ഞു പോകാനുള്ളതാ. ഈ മർക്കസുകളും ഈ അനാഥശാലകളും ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാഹ് ആദർശത്തിന്റെ സത്യത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ തണലിൽ വരും. നബി തിരുമേനിയുടെ തിരുകേശം മർക്കസിലുള്ളതാണ് വിഘടിതരെ വിറളി പിടിപ്പിക്കുന്ന ഒരു കാര്യം. ആദർശരംഗത്തെ വിഷയമായതിനാൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ലത്രേ ഇവർക്ക്. മുസ്ലിയാരെ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്ത് ആദർശമാണുള്ളത്? കാന്തപുരത്തെ തകർക്കുക എന്നല്ലാതെ ഒരു ആദർശം നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? മുജാഹിദുകളോടും മറ്റും ഏറ്റുമുട്ടാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കാർക്കെങ്കിലുമുണ്ടോ? വഹാബികളെ എതിർക്കാൻ കാന്തപുരവും മറ്റും തന്റെ ഇടം കാണിച്ചതിനാണല്ലോ കാന്തപുരം വിഭാഗത്തെ നിങ്ങൾ എതിർക്കുന്നത്. വഹാബികൾക്ക് ഏണിവെച്ച് സമുദായത്തെ ഭിന്നിപ്പിച്ച് പങ്കുപറ്റി ജീവിക്കുകയല്ലേ വിഘടിതരെ നിങ്ങൾ? തിരുകേശത്തിന്റെ നിജസ്ഥിതി തെറ്റായി വ്യാഖ്യാനിച്ച നിങ്ങളുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകളാണിപ്പോൾ മുജാഹിദുകൾ പ്രദർശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? തിരുകേശത്തിന്റെ യഥാർത്ഥമറിയാൻ ഇയാൾ കാന്തപുരവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടത്രേ. കേൾക്കുക. അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികൾ ക്യാമ്പുകളിൽ ചോദിക്കും, കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസം വന്ന സാഹചര്യത്തിൽ അത് തുടർന്നു. ഞാൻ ഓർക്കുകയാണ്, വേങ്ങൽ ക്യാമ്പിൽ
ഇതേ ചോദ്യം ഉയർന്നു വന്നു. കാരന്തൂരിൽ പ്രവാചകരുടെ മുടിയുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേജിലുണ്ടായിരുന്ന മുസ്തഫൽ ഫൈസി എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. കാരണം അദ്ദേഹത്തിന് നമ്മളെക്കാളും കാന്തപുരത്തിന് കൂടുതൽ അറിയാം. ഇതിന്റെ കൃത്യസ്ഥിതി അറിയാൻ വേണ്ടി ടെലഫോണിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് SKSSന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ചന്വേഷിച്ചു. കാന്തപുരത്തോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാചകരുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി? ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിവാദം ഒരു പ്രദേശത്തിലായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? നബിയുടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? അതിനുവേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലുകളും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലുകളും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. കാന്തപുരം ഉസ്താദുമായി സംസാരിക്കുമ്പോൾ ഉസ്താദ് മാനു മുസ്ലിയാരുടെ വിശേഷങ്ങൾ ചോദിച്ചിരുന്നു എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇയാളുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് മാസങ്ങൾ ഒരുപാടായി എന്നർത്ഥം. അതായത് തിരഞ്ഞെടുപ്പിന്റെ എത്രയോ കാലം മുമ്പ് അമ്പലക്കടവ് ഒറ്റ ഫോൺ കോളിൽ നിന്ന് തന്നെ തിരുകേശത്തിന്റെ നിജസ്ഥിതി കണ്ടെത്തിയിരിക്കുന്നു. ഭയങ്കരൻ. CBI കണ്ടാൽ ഇയാളെ പൊതിഞ്ഞു കൊണ്ടുപോകും. ഉത്തരവാദിത്തമുള്ള ഒരു സമസ്തയുടെ വാക്താവ് എന്ന് മേനി നടിക്കുന്ന ഫൈസി എന്തുകൊണ്ട് ഈ നിജസ്ഥിതി എന്ന് നിങ്ങൾ പറയുന്നത് ഇത്രയും കാലമായി പൊതുജനങ്ങളോട് പറയാതെ മറച്ചുവെച്ചു? ഇത്തരം മഹാഭയങ്കര കണ്ടുപിടുത്തക്കാരെ നമ്മൾ CBI എന്ന് പറഞ്ഞാലും കാസിമി എന്താണ് പറയുക എന്ന് അറിയാമോ? പച്ചപ്പൊട്ടൻ, പച്ചപ്പൊട്ടൻ. മലപ്പുറത്തെയും പൊന്നാനിയിലെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളിത് പറയുമ്പോൾ ഉത്ബുദ്ധരായ സുന്നി കേരളത്തിനറിയാം നിങ്ങളുടെ ഗവേഷണവും പ്രഖ്യാപനവും ആദർശനിബദ്ധമല്ലെന്നും തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും. രാഷ്ട്രീയക്കാർക്കില്ലാത്ത രാഷ്ട്രീയ ശത്രുത നിങ്ങൾക്കെന്തിനു മൗലാനമാരെ? സ്നേഹവും കരുണയും ഉണ്ടാക്കാനാണല്ലോ നാം ശ്രമിക്കേണ്ടത്. രോഗികളെ സ്വാന്തനിപ്പിക്കുവാനും അവർക്ക് വേണ്ട സഹായ സഹകരണം ചെയ്യാനുമാണ് നാം തയ്യാറാകേണ്ടത്. ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരവും അനുയായികളും അതാണ് ചെയ്യുന്നത്. കുഷ്ഠരോഗികളെയും മാനസിക രോഗികളെയും സംരക്ഷിക്കാനും സഹായിക്കാനും കാന്തപുരവും അനുയായികളും തയ്യാറാകുമ്പോൾ വിഘടിത വിഭാഗം രോഗികളെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആദിവാസികളുടെ അരിവാൾ രോഗത്തെ പരിഹസിക്കുകയും ചെയ്യുന്നു. കാന്തപുരത്തെ അവഹേളിക്കാനാണ് വിഘടിത മുസ്ലിയാർ അരിവാൾ പ്രയോഗം നടത്തുന്നതെങ്കിലും പൊതുജനങ്ങളിൽ ആദിവാസികളുടെ അരിവാൾ രോഗവും ഒരു തമാശയായി അവശേഷിക്കും. ഇതൊരു പണ്ഡിത വേഷധാരിക്ക് യോജിച്ചതേയല്ല. കേൾക്കുക. ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, 2 ദിവസം മുമ്പ് പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടു, ആദിവാസികളെ ബാധിച്ച ഒരരിവാൾ രോഗം. അരിവാൾ രോഗം ആദിവാസികളെ ബാധിച്ചു. ചില ആദിവാസികൾ മരണപ്പെട്ടു, മറ്റു ചിലർ അത്യാസന്ന നിലയിലാണ്. എന്നാൽ ഇപ്പൊ ഇവിടെ ആദിവാസികളെ ബാധിച്ച ഒരരിവാൾ രോഗമുണ്ട്. ആ രോഗത്തിനുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. രോഗികളെ സഹായിക്കുന്നില്ലെങ്കിലും അവരെ അവഹേളിക്കാതെ വെറുതെ വിട്ടുകൂടെ നിങ്ങൾക്ക് നവോത്കർഷം വന്നിട്ട് നാട്ടിലുള്ള ആലിമീങ്ങളെയും പ്രവർത്തകരെയും മാത്രമല്ല കാട്ടിലുള്ള ആദിവാസികളെയും ചാടിക്കടിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് കഥ? വിഘടിത നവോത്കർഷ സമ്മേളനത്തിൽ കയറൂരി വിടപ്പെട്ട പ്രഭാഷകർ എന്തെല്ലാമാണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ യാതൊരു എത്തും പിടിയുമില്ല. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെ ആഭാസകരമായ അരങ്ങേറ്റമായിരുന്നു ഓരോ പ്രഭാഷണവും. ആഴ്ചയിൽ മാസാന്തം ഇവിടെ നടക്കുന്ന ഈ വഷളൻ പ്രഭാഷണങ്ങൾ എന്തൊക്കെയാണ്? വഷളം നിങ്ങൾക്കറിയില്ലേ? കത്തി കൊണ്ട് കുത്തിയവരെ വലതുവിരൽ കൊണ്ട് കുത്തി പരാജയപ്പെടുത്തണം. പേടിക്കണ്ട, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. വാസ്തവ വിരുദ്ധം. ഒരു പള്ളിക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ കരാർ ചെയ്താണല്ലോ. ഉദ്ഘാടനത്തിന് മൂപ്പര് ക്ഷണിക്കണം, മൂപ്പര് പറഞ്ഞാൽ നടത്തണം, അങ്ങനെ ചെയ്തണം, എന്നാലേ കിട്ടുള്ളൂ. വാസ്തവ വിരുദ്ധം. സ്വലാത്ത് നഗറിൽ രോഗം സുഖമായിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ പണം കൊടുത്ത് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് വിഘടിത മുസ്ലിയാർ. നിജസ്ഥിതി മൗലാന തന്നെ പറയട്ടെ, ഈ പറഞ്ഞത് വാസ്തവമോ? അനുഭവസ്ഥര പറയുന്നത്. സ്വലാത്ത് നടക്കാൻ ടെലഫോൺ എടുക്കുകയാണ്. അതെ, സ്വലാത്ത് നഗറാണ്. അൽഹംദുലില്ലാ ഫോൺ വെക്കുക. നമ്മളെ സ്വലാത്തിലേക്ക് കഴിഞ്ഞ തവണ നേർച്ചയാക്കിയ
ഇന്ന സഹോദരി ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്, അവരെ മേജർ ഓപ്പറേഷൻ കേസ് ഇല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പ്രശ്നമില്ലാതെ തിരിച്ചയച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. ഈ വ്യാജമായ ഫോൺ ശ്രദ്ധിക്കുക. അനുഭവസ്ഥരാണ് പറയുന്നതെന്ന് അമ്പലക്കടവ് പറയുന്നു. സമസ്തയുടെ കിമ്പളം പറ്റുന്നതിനിടയിൽ ഇയാൾക്ക് ഇങ്ങനെയും ഒരു ഏർപ്പാടുണ്ടോ? സ്വലാത്ത് നഗറിൽ പണം പറ്റി വിളിച്ചു പറയാൻ നിൽക്കുന്ന ഏർപ്പാട്. അമ്പലക്കടവല്ല ഇയാൾ, അമ്പലം വിഴുങ്ങിയാണെന്ന് ഇപ്പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നവർ ആരാകുമെന്നാണ് ഖാസിമി പറയുന്നത്. കേൾക്കുക. ഈ അഹമ്മദ് ഖലീൽ തങ്ങളെ സന്ദർശിച്ചപ്പോൾ ചകാരിച്ചെന്നാണ് എന്റെ അറിവ് എന്ന് കണ്ണുമടച്ച് ഫൈസി അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. പിന്നെ വൈലത്തൂർ തങ്ങൾ ഒരു കറാമത്ത് വെക്കണം. വൈലത്തൂർ തങ്ങൾ ഇതിൽ പറയാണ്, വൈലത്തൂർ തങ്ങൾ ടി മുഹമ്മദ് ബഷീർ പോയി പോകേണ്ടി വരുമ്പോഴും എല്ലായിടത്തും പോകുമല്ലോ. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ആയിട്ട് കയറാണ്ടക്കാൻ പറ്റുമോ? ഇവിടെ ഈ അഹമ്മദ് സാഹിബ് ഇവിടെ കയറി മൂപ്പര് കണക്കിന് കസക്കി വിട്ടു. ഇത് എവിടുന്ന് പഠിക്കാമെന്നറിയാം. അത് നിങ്ങൾക്ക് ചോദിക്കാം, അള്ളാഹു റസൂലിൻ്റെ അടുത്ത് പഠിച്ചതാണോ, റസൂലിന്റെ സുന്നത്താണോ? ആര് ചെന്നാലും മാന്യമായി സ്വീകരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട റസൂലിന്റെ സുന്നത്ത്. പക്ഷെ ഇവിടെ ഈ അഹമ്മദ് സാഹിബ് ചെന്നപ്പോ മൂപ്പര് പലതും പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. ഈ അഹമ്മദിനെ ഞങ്ങൾ അവഹേളിച്ചിട്ടില്ല. ആരെയും മാന്യമായി സ്വീകരിക്കുന്ന നയമാണ് സുന്നികളുടേത്. എന്നാൽ ഈ അഹമ്മദ് മർക്കസിൽ വരികയും കാന്തപുരം ഉസ്താദിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തതിന് നിങ്ങളാണ് അഹമ്മദ് സാഹിബിനെ ഗോബാക്ക് വിളിച്ചത്. അത്രക്ക് അസഹിഷ്ണുതയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തോട്. ഈ അഹമ്മദിനെതിരെ ഗോബാക്ക് വിളിച്ച നിങ്ങൾ, ഈട്ടിയെ തഴഞ്ഞ നിങ്ങൾ, ഇപ്പോൾ അവരുടെ വിജയത്തിൽ നവോത്കർഷം കണ്ടെത്തുന്നത് അത്ഭുതകരം തന്നെ. എട്ടുകാലി മമ്മൂഞ്ഞിമാരെ, നിങ്ങൾ ഭയങ്കരന്മാർ. കാന്തപുരത്തെ അവഹേളിക്കാൻ വേണ്ടി മാത്രം ഓടി നടക്കുന്ന അമ്പലക്കടവ് കാന്തപുരത്തെ ഫോണിൽ വിളിച്ച കഥ അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ. മോനെ എന്ന് വിളിച്ചാണ് അയാളോട് പോലും കാന്തപുരം സംസാരിച്ചതത്രേ. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇതാണ് ഞങ്ങളുടെ സംസ്കാരം. ഗോബാക്ക് വിളിയും തെറിയും വധഭീഷണിയും ഞങ്ങളുടെ നയമല്ല. അതെല്ലാം കൂട്ടിക്കെട്ടി കൊണ്ടു നടക്കുന്നത് വിഘടിതരെ നിങ്ങളാണ്. മന്ത് നിങ്ങളുടെ കാലിലാണ്. നവോത്കർഷം എന്ന പേരിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടകരിലും പ്രവർത്തകരിലും ഒരു പുതിയ ആവേശവും ഉന്മേഷവും ഉണ്ടാവണമല്ലോ, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്ക്. എന്നാൽ ഒരു ഉന്മേഷവും സന്തോഷവും അദ്ദേഹത്തിൽ പ്രകടമാവുന്നില്ല. താനുണ്ടാക്കി പറയുന്ന നുണകളുടെയും തെറികളുടെയും കഠിനത ഓർത്താവാം അദ്ദേഹത്തിന് ഒരു ഉത്കർഷവും പ്രകടിപ്പിക്കാനാവാതിരുന്നത്. അവഴുതും ബിസ്മിയുമൊക്കെ തീർത്തും വലിച്ചു നീട്ടി അനാകർഷണീയമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. തികച്ചും സങ്കടകരമായ ഒരു ഭാവം. ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ് ഫഊസീകും അവ്വലൻ ബിതഖ്വല്ലാഹ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جاء الحق وزهق الباطل إن الباطل كان زهوقا. നേതൃത്വത്തിന് ആവേശം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അനുയായികൾക്കും വേണ്ടത്ര താൽപര്യം ഈ സമ്മേളനത്തോട് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. അനുയായികളിൽ 3/4 പങ്കെടുത്തില്ലെന്നും അവരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുകയാണെന്നും വിഘടിതർ പറയുന്നത് കേൾക്കുക. 1/4 ആളുകൾ മാത്രമാണ് സമ്മേളനഗരിയിലുള്ളത്. 1/4 ആളുകൾ മാത്രമാണ് സമ്മേളനഗരിയിലുള്ളത്. ഇത് ഇന്ത്യ 10 ഇരട്ടി പെരയിലവിടെ കിടന്നുറങ്ങുന്ന പോലാണ് സമസ്തന്റെ ആളുകൾ. നോക്കണേ ഇവരുടെ ഒരു അവസ്ഥ. ഇവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നവോത്കർഷം ഉണ്ടായിട്ടും അനുയായികളിൽ 3/4 തിരിഞ്ഞു നോക്കിയില്ല. നുണകളും പൊള്ളത്തരങ്ങളും കേൾക്കുന്നതിനേക്കാൾ നല്ലത് കിടന്നുറങ്ങുന്നതാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. അതിനും പുറമെ സമ്മേളനം നടന്ന അസുർ, മഗ്രിബ് തുടങ്ങിയ പ്രധാന സമയങ്ങളിലാണ് ഇവരുടെ 3/4 അനുയായികളിലും ഉറങ്ങുക എന്ന വിവരവും സെക്രട്ടറി പുറത്തുവിടുന്നു. തീർത്തും അനാകർഷണീയമായി ആരംഭിച്ച പ്രഭാഷണം ചെറിയ മുതഅല്ലിമീങ്ങളുടെ വായ്ചോദൽ മോഡലിൽ കടന്നുപോയി. അക്ഷരത്തെറ്റുകളും ആശയ തിരിമറികളും സമൃദ്ധമായ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ മുൻ മുഖ്യമന്ത്രി ആന്റണിയാകുന്നു. ഉണ്ടായ യോഗം എല്ലാത്തതിനും മുമ്പ് ഒരു യോഗം ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ച്. അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി ഇതിൽ വന്നിരുന്നു. സമവായത്തിലെ വാഴയാണെന്ന് മനസ്സിലാക്കി സമവായത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് മുസ്ലിയാർ. കഴിയുന്നത്ര യോജിച്ചു പോയിക്കൊള്ളട്ടെ എന്ന നിലയിലാണ് ലീഗ് നേതാക്കൾ സുന്നി സമവായത്തിന് ശ്രമിച്ചത്.
അതുപോലും തെറ്റായി വ്യാഖ്യാനിച്ച് അനൈക്യം നിലനിർത്താൻ ശ്രമിക്കുകയാണ് ചെറുശ്ശേരി. ഒരു സമവായ സമവായ അങ്ങനെ വായണ്ടോ? നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായ എന്ന വായ അത് കൊലക്കും സംശയിക്കും. ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ത് നോക്കിയാണ് വോട്ട് ചെയ്യുക എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഘടിത സെക്രട്ടറി അതിന്റെ പേര് പറയുന്നത് ശ്രദ്ധിക്കുക. വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ മുമ്പ് ഉദ്യോഗമൊന്നും സ്വീകരിക്കാൻ പാടില്ല, താവൂത്ത് ഗവൺമെന്റാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് പോയി അതൊക്കെ മഹാവഷളത്തരും നടക്കുന്ന കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ പിന്നെ മൂലം നോക്കി അങ്ങനെ ചെയ്യാം, മൂലത്തിനനുസരിച്ചുള്ള ഭാഗത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാമെന്ന്. ഈ മൂലം നല്ലതോ ചീത്തയോ എന്ന് തീർച്ചയാക്കൽ ആരാണ്? സ്വന്തം സംഘടനയുടെ പേരും ഇദ്ദേഹം തെറ്റിച്ചും അവഹേളിച്ചും പറയുന്നു. പിന്നെ ഞങ്ങളും സമസ്തേനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് അവർ. ചില ആളുകൾ നമ്മളെ കൂട്ടത്തൊന്നും 2 സമസ്തണ്ട് എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സമസ്ത 2 ഒന്നുമല്ല, പലതുമുണ്ട്. ഒന്ന് സമസ്ത നായർ സമാജം, അങ്ങനൊരു സമസ്തണ്ട്. മറ്റൊന്ന് സമസ്ത മേനോൻ സമാജം, അത് ആ വക്കീല് അരവിന്ദാക്ഷ മേനോൻ ഏർപ്പാട് ചെയ്തു കൊടുത്താണ്. അതുകൊണ്ട് അവരൊക്കെ പല നയന്മാരാന്നല്ല ഞാൻ പറഞ്ഞത്. അത് ചെയ്തു കൊടുത്ത ആള് മേനോനായതുകൊണ്ട് മേനോൻ സമാജം, അങ്ങനെ ഒരു സമസ്ത മേനോൻ സമാജമുണ്ട്. മൂന്നാമത്തെ സമസ്ത കേരള ജമിയത്തിൽ മൊല്ലക്കോയ സമാജം. താൻ വലിയ ആളാണെന്ന് മനസ്സിലാക്കി വലിയവർക്കെതിരെയുള്ള നുണകളാണ് മൂപ്പർ നവോത്കർഷ സമ്മേളനത്തിൽ വിളമ്പാൻ എഴുതിക്കൊണ്ടുവന്നത്. സമസ്ത പ്രസിഡന്റ് ഷെയ്ഖുന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾക്ക് താജുൽ ഉലമ എന്ന പദവി നൽകിയതാണ് ആദ്യ പരാതി. നോക്കണേ, സമ്മേളനം എത്ര പുതിയത്, ഇവരുടെ ആരോപണം എത്ര പഴയത്. ഇയാൾക്കൊരു സ്ഥാനപ്പേര് കൊടുക്കാൻ വേണ്ടി ഓലെല്ലാവരും വലിയൊരു യോഗം കൂടി മംഗലാപുരത്തെ ഭാഗത്ത്. അയാളെ ശിഷ്യന്മാർക്കൊക്കെ വീരം കൊടുത്ത് എല്ലാവരും പൈസ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ തങ്ങൾക്കൊരു കീ കൊടുക്കണം, എന്നിട്ട് മുമ്പർക്കൊരു പേരിടുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ പാടെ കുട്ടികളോടൊക്കെ വലിയ പൈസ ഒക്കെ പിരിപ്പിച്ച് കീയൊക്കെ കൊണ്ടരിപ്പിച്ച് ആ സഭയിൽ വെച്ചിട്ട് താജുൽ ഉലമ എന്നൊരു പേരാണ്. ഉന്നതരായ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ലഭിക്കുന്ന സ്ഥാനവും മാനവും കണ്ട് അസൂയപ്പെട്ടാണ് നിങ്ങൾ വിഘടിതരായത് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ അസൂയ ന്യായീകരിക്കാൻ പഴകിയ ആരോപണങ്ങൾ പുതിയ കുപ്പിയിൽ ആക്കുക മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിൽപ്പെട്ടതാണ് കാഫിർ വിളിയും മറ്റും. നിങ്ങളുടെ ഈ പുളിച്ച ആരോപണങ്ങൾ സുന്നി കേരളം എല്ലാ അവജ്ഞയോടും തള്ളിക്കളയുന്നു. കാരണം നിങ്ങൾ പറഞ്ഞതു തന്നെ. ഖനി തോന്നിയാസം പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുമല്ലോ. കാര്യം തിരിയുന്ന ധാരാളം ആളുകൾ നമ്മളെ കേരളത്തിലുണ്ട്. വൈലത്തൂർ തങ്ങളെക്കുറിച്ചും നവ ആക്രോശക്കാർ കല്ലുവെച്ച നുണകൾ പറയുന്നുണ്ട്. സ്വന്തം വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെക്കുറിച്ച് നുണ വിളമ്പുന്ന ഇവർക്കെന്ത് വൈലത്തൂർ തങ്ങൾ, എന്ത് താജുൽ ഉലമ, എന്ത് ഖലീൽ തങ്ങൾ. നിജസ്തുതി മൗലാനയുടെ പ്രസംഗം കേൾക്കുക. ഇന്ന് ബഹുമാന്യരായ മുസ്ലിം കേരളത്തിന്റെ കണ്ണുണ്ണിയായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അങ്ങനെ കത്തുന്ന ബൾബിന്റെ ഫ്യൂസ് ഞാൻ ഊരിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി കാന്തപുരം വിഭാഗത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീർച്ചയാണ്. ഇന്ന് ബഹുമാന്യരായ മുസ്ലിം കേരളത്തിന്റെ കണ്ണുണ്ണിയായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അങ്ങനെ കത്തുന്ന ബൾബിന്റെ ഫ്യൂസ് ഞാൻ ഊരിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി കാന്തപുരം വിഭാഗത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീർച്ചയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. കത്തി നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഞാൻ ഊരിയെന്നും ഇനി കാന്തപുരം വിഭാഗം അണഞ്ഞു പോകും എന്നും ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞെന്നാണ് നിജസ്തുതി മൗലാന അമ്പലക്കടവ് പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു പരാമർശം വന്യരായ തങ്ങളുടെ പ്രസംഗത്തിൽ കേൾക്കാനില്ല. നോക്കണേ ഈ വിഘടിതരുടെ ഒരവസ്ഥ. സ്വന്തം സഹയാത്രികനായ തങ്ങളെക്കുറിച്ച് തന്നെ നുണ തട്ടിവിടുക. തങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഫ്യൂസൂരാനോ പ്രകാശം കെടുത്താനോ നിൽക്കുമോ? സ്ഥാപനങ്ങളുടെ ഫ്യൂസൂരാൻ നടക്കുന്നത് ഞങ്ങളല്ലെന്നും പാണക്കാട് തങ്ങളാണ് അതിന് മുതിരുന്നതെന്നുമല്ലേ ഇയാൾ പറഞ്ഞതിനർത്ഥം? സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയരുതെന്ന്
പണ്ഡിതന്മാർക്ക് പൊതു അഭിപ്രായമാണുള്ളത്. വിഘടിത സെക്രട്ടറി അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നിശ്ചയിക്കുന്ന കാലത്ത് മുഹമ്മദ് നബിയുടെ വഫാത്തിന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയാക്കി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരു വാദം വന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മിന്നാ ഇമാമുൻ മിൻകും ഇമാം എന്നൊരു വാദമാണ് അവിടെ വന്നത്. അൻസാരികൾക്കൊരു ഇമാമായിക്കോട്ടെ, മുഹാജിറുകൾക്ക് മറ്റൊരു ഇമാമും, അങ്ങനെ നമുക്ക് 2 ഇമാമിനാക്കിയിട്ട് പോകാം. സഅദ് ഇബ്നു ഉബാദ എന്നത് അൻസാരികൾക്കുള്ള നേതാവാണ്. പുണ്യനബി തന്നെ പറഞ്ഞു, ഖൂമൂലി സയ്യിദിക്കും, നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം, വലിയ ആളാണ്, യാതൊരു അഞ്ചക്കുള്ളില്ല. പക്ഷെ ഈ വിഷയത്തിൽ അങ്ങനെ സിദ്ദീഖിനെതിരിൽ ഒരു അഭിപ്രായത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചോദിച്ച ചോദ്യം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മരത്തടി പോലെ നിലനിൽക്കുന്ന മുസ്ലിം സംഘടിത ശക്തിയെ ചീന്തണം നിർദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ഒരു മരത്തടി പോലെ നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ 2 ഖണ്ഡാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ എല്ലാ ആളുകളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് ചെയ്തു. എന്തോ കാരണവശാൽ മഹാനവറുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ഉപരിക്കുറിച്ച് എപ്പോഴുമില്ല, ചരിത്രം പറയാൻ കഴിയും. അങ്ങനെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഒരു സ്ഥലത്ത് മഹാനവറുകൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്, സഅദ് ഇബ്നു ഉബാദ. അപ്പൊ എല്ലാവരും ബേജാറായി, എന്താ പറയുന്നത്, ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെ ഉണ്ടായിരിക്കെ ആരാപ്പതി എന്താണെന്ന് രക്തം കിട്ടാത്ത വലിയ ബേജാറ്. അപ്പോഴാണ് ആകാശത്തുനിന്ന് ഒരു ബെയ്ത്ത്, നഹ്നു ഖതൽന സയ്യിദൽ ഖസ്റജി സഅദ് ഇബ്നു ഉബാദ വറമൈനാഹു ബിസഹ്മൈനി ഫലം യുഖ്തി ഫുആദാ എന്ന ആകാശത്തുനിന്ന് ഒരു ബെയ്ത്ത കേട്ടത്. ആ മരണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തു. നഹ്നു ഖതൽന, ഞങ്ങളാണ് കൊന്നത്, സയ്യിദൽ ഖസ്റജി, അൻസാരികൾക്കുള്ള നേതാവിനെ, അതായത് സഅദ് ഇബ്നു ഉബാദ, അത് ഞങ്ങളാകണം. അത് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. കൊന്നതായിരിക്കുന്ന രീതി, വറമൈനാഹു ബിസഹ്മൈനി, 2 അമ്പ് ഞങ്ങൾ വിട്ടു. ഫലം യുക്തി ഫുആദ, അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ തന്നെ 2ഉം ചെന്ന് വീണു, ഒരു ലെവലേശം സഹിക്കാതെ. ഇങ്ങനെയാണ് ആ സംഭവം. ഒരു ബെയ്ത്ത കെട്ട ആകാശം, ഒരു അശരീരി. അപ്പം മഹാന്മാര് പറഞ്ഞ ജിന്നുകൾ പാടിയതാണ്, അവരാണ് മൂപ്പരെ അമ്പെറിഞ്ഞു കൊന്നത്. ഒരു വലിയ ആൾ തന്നെ, അവരെ പറ്റി ഒരു തെറ്റിദ്ധാരണ നമ്മളെ മനസ്സിലുണ്ടാകാൻ പാടില്ല, വലിയ സഹാബിയാണ്, മഹാനാണ്. പക്ഷെ ഇങ്ങനെ ഒരു തകരാറ് ഒരു മുസ്ലിം സമൂഹത്തിന്റെ ആ സംഘടിത ശക്തി അത് ഒന്ന് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഒരു വാക്ക് വന്നതിന്റെ ഫലമാണ് ഈ കണ്ടത്. ലോക മുസൽമാന് ഇത് ചരിത്രം മനസ്സിലാക്കി കൊടുക്കുകയാണ്. പറയരുതെന്ന് പറയപ്പെട്ട ഈ കഥ പറയുന്ന ചെറുശ്ശേരിയുടെ ഉള്ളിലിരിപ്പ് ഇതേ പ്രകാരം കാന്തപുരം കൊല്ലപ്പെടേണ്ടയാൾ എന്നാണോ? അത് നടക്കാത്തത് കൊണ്ടാണോ സ്വന്തം സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ കാന്തപുരത്തെ മൊബൈലിൽ ഭീഷണിപ്പെടുത്തിയത്? മൊബൈൽ ചെയ്തത് ജിന്നാകുമെന്ന് കരുതി തള്ളിപ്പോകുമെന്നും കുട്ടികളെ ബോധിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പിള്ളാര് പിടിക്കപ്പെട്ടപ്പോൾ മുഖം കെട്ടുപോയി. ഈ കഥ പറഞ്ഞുകൊടുത്തായിരിക്കുമോ ശിങ്കിടി പിള്ളാരെ ഭീഷണിക്ക് പ്രേരിപ്പിച്ചത്? കാന്തപുരത്തിനെതിരെ വധഭീഷണി മുഴക്കിയതിൽ വിഘടിത സെക്രട്ടറിക്കുള്ള പങ്കും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. തങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കാത്ത കാന്തപുരത്തെ ഭീഷണിപ്പെടുത്തുന്ന ഈ ഭീകര കുടുംബം, ഈ അഹമ്മദിനെ ഗോബാക്ക് വിളിച്ച് മുന്നറിയിപ്പ് നൽകിയ ഈ തീവ്ര കുടുംബം നാളെ മുസ്ലിം ലീഗുകാർക്കെതിരെയും വധഭീഷണി മുഴക്കിക്കൂടുന്നില്ല. ജാഗ്രത. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച വിഘടിത വിഭാഗം ഇത്തവണ മുസ്ലിം ലീഗ് ജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും തങ്ങൾക്കാണെന്ന് പറഞ്ഞു സമ്മേളനം നടത്തി. എന്നാൽ കഴിഞ്ഞ തവണ ലീഗ് പരാജയപ്പെട്ടതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുസ്ലിം ലീഗിന്റെ മാത്രം പിരടിയിൽ വെച്ചുകെട്ടുന്നത് കാണുക. മുമ്പ്
ഒരു സമയത്ത് നമ്മുടെ കുറേ ആളുകൾ പരാജയപ്പെട്ടു. അത് ലീഗിൻ്റെ ഇടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസം, ഒരു ഉദാസീനതയും, പിന്നെ അവർക്കൊക്കെ ഒരു മടിയും, പ്രഗത്ഭന്മാരായ ചില സ്ഥാനാർത്ഥികളാക്കായ്മ, ഇങ്ങനെ പല കാരണങ്ങളാൽ ഓല് തന്നെ വലിയ പ്രവർത്തനം ചെയ്യാതെ വന്നപ്പം ഒരു സമയത്ത് കുറെ ആളുകൾ കൂട്ടും. ഇതെന്ത് ന്യായം? ജയിച്ചാൽ ഞങ്ങളാണ് വിജയശില്പികൾ എന്ന് അവകാശപ്പെടുക, പരാജയപ്പെട്ടാൽ ലീഗിന് മാത്രം ഉത്തരവാദിത്തം എന്ന് പറയുക. ഇത് ശരിയായ സ്നേഹിതന്മാരുടെ ലക്ഷണമാണോ? അപ്പോൾ നിങ്ങളുടെ സ്നേഹം വെറും തട്ടിപ്പാണ്, കാപട്യമാണ്. നിങ്ങളുടെ ലീഗ് പ്രേമം സത്യസന്ധമല്ല എന്ന് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ തിരിയുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖനി തോന്നിയാസം പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുമല്ലോ. കാര്യം തിരിയുന്ന ധാരാളം ആളുകൾ നമ്മളെ കേരളത്തിലുണ്ട്. കാന്തപുരത്തിന്റെ കഴിവും പ്രവർത്തനശേഷിയും മനസ്സിലാക്കി കാന്തപുരത്തെ സമീപിക്കുന്ന ലീഗുകാരെയും കോൺഗ്രസുകാരെയും ആക്ഷേപിക്കുന്നുണ്ട് മുസ്ലിയാർ. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കണം, എന്താ ഇത് ആവശ്യം എന്ന് മനസ്സിലാവണില്ല. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കണം, എന്താ ഇത് ആവശ്യം എന്ന് മനസ്സിലാവണില്ല. ലീഗിനോട് ചോദിച്ച മാതിരി തന്നെ എനിക്ക് ഈ ചില കോൺഗ്രസ്സുകാരോടും ചോദിക്കാറുണ്ട്. ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്ര എങ്ങനെ വാലാട്ടി നടക്കുന്നത്, എന്താ ഇതിന്റെ ആവശ്യം? അതും നമുക്ക് തിരിഞ്ഞിട്ടില്ല. ആക്ഷേപവും പരിഹാസവും വിട്ട് മുസ്ലിം ലീഗിനെ ഭീഷണിപ്പെടുത്താനും ഒരു വേള മുസ്ലിയാർ ശ്രമിക്കുന്നു. അല്ലെ ഒരു പ്രശ്നങ്ങൾ പൊതുവിടെ ഏപ്പിക്കാർ തെറ്റിയ മാതിരി ആവൂല സമസ്തന്റെ ആളുകൾ തെറ്റിയാല്. അല്ലെ ഒരു പ്രശ്നങ്ങൾ പൊതുവിടെ ഏപ്പിക്കാർ തെറ്റിയ മാതിരി ആവൂല സമസ്തന്റെ ആളുകൾ തെറ്റിയാല്. അത് വലിയ വിഷയം തന്നെയാണ്. അത് വലിയ വിഷയം തന്നെയാണ്. ഭീഷണി പുറത്തെങ്ങാനും ലീഗ് നമ്മളെ കൈവിട്ടാലോ എന്ന് കരുതിയായിരിക്കും മുസ്ലിയാർ ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണെന്നും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഉസ്താദുമാരും ലീഗ് ആണെന്നും കൊടി പിടിച്ച് ഞങ്ങൾ നടന്നിരുന്നുവെന്നും പറയുന്നത് കാണുക. ഞങ്ങളൊക്കെ മുമ്പേ ലീഗാണ്. അത് ക്ഷീണിച്ച ഞങ്ങൾക്കും പുറത്താണ്. നമ്മളെ സ്നേഹിതന്മാരോടും നമ്മളെ പാർട്ടി നേതാക്കൾ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ലീഗാണ്. അവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വോട്ട് കൊടുത്ത് ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ സാധാരണ പറയല് തന്നെ ഇന്റെ അത്ര ലീഗുള്ള ആളിപ്പോൾ ലീഗിലൊന്നുമില്ല. മുമ്പ് പറയുന്നു ഇന്റെ അത്ര പ്രായമുള്ള ലീഗുകാരപ്പം അവിടെ ഇല്ല. ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളാ ഭാഗത്തൊക്കെ ഈ തൊഴിലാളികളുടെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് മറ്റും എല്ലാം അന്ന് ലീഗിന്റെ കൊടി തോളിൽ വെച്ച് നടന്ന ആളാണ് ഞാൻ. കൊടിയും പിടിച്ച് നടന്നത്, പിന്നെ അതിനു വേണ്ടി പ്രവർത്തിയും മരിക്കണവരെ. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന മുസ്ലിയാർ പ്രസംഗമെന്ന വായ്ചോത്തിൽ പലയിടത്തും നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞ് സമസ്തക്ക് രാഷ്ട്രീയ വിധേയത്വം ഉണ്ടാക്കുന്നുണ്ട്. പറഞ്ഞു ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖുന OK ഉസ്താദിനെയും ഇയാൾ ലീഗുകാരനാക്കുന്നുണ്ട്. സമസ്തയുടെ സെക്രട്ടറി ആളുകളെ ലീഗിൽ ചേർക്കുന്ന പണിയല്ലല്ലോ എടുക്കേണ്ടത്. അയാൾ മഹാന്മാരായ ഉസ്താദുമാരെ സമസ്തയിലേക്കല്ലേ ആകർഷിക്കേണ്ടത്. എന്നാൽ ബഹുമാന്യരായ OK ഉസ്താദ് എന്താണ് പറഞ്ഞതും പ്രവർത്തിച്ചതും മുസ്ലിയാർ പറയുന്നത് കേൾക്കുക. ഉസ്താദന്മാരും മുമ്പേ ലീഗാണ്. ഇവര് ബഹുമാനപ്പെട്ട ഞങ്ങളെ ഉസ്താദ് OK ഉസ്താദ് മഹാനവറുകൾ AP എന്നൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ ഇത്ര ഞാൻ നടക്കലുണ്ട് മൂപ്പര് വഫാത്താകുന്നതിന് മുമ്പ്. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ AP അവിടെ പറഞ്ഞത് കോയക്കുട്ടിയിലും സാക്ഷിയാണ്. എന്നോടും മൂപ്പരോടും പറഞ്ഞത് ഞാൻ AP എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയവർ. എനിക്കെന്തിനാ ഓൻ്റെ ഒപ്പം കൂടുന്നു? ഓൻ്റെ ഇഷ്ടനല്ലേ മൂപ്പര്. ഞാൻ ഒരാളൊപ്പം കൂടുന്നില്ല. ഞാൻ ഒരു സുന്നി പ്രവർത്തകനാണ്, ദീൻ്റെ ഒരു ഖാദിമാണ്. ഞാൻ ഒരാളൊപ്പം കൂടുകയാണെങ്കിൽ മറ്റേ ഭാഗത്ത് കൂടും. കാരണം ഈക്കെൻ്റെ ഉസ്താദും ആലിമുമാണ്. രണ്ട് കാരണമാണ് പറഞ്ഞത്. ഒന്നിൻ്റെ ഉസ്താദാണ്, മറ്റൊന്നിൻ്റെ എൻ്റെ വലിയ ആലിമുമാണ്. അപ്പോൾ ഒരാളെ പാർട്ടിയിൽ ഞാൻ കൂടുകയാണെങ്കിൽ അവിടെ കൂടും. ഇത് ആളുകൾ ഇങ്ങനെ പറയാൻ തന്നെയാണ്. എനിക്കെന്തിനാ ഓൻ്റെ ഒപ്പം കൂടുന്നത്? ഓൻ്റെ ഇഷ്ടനല്ലേ. അപ്പം മുൻകഴിഞ്ഞ ഉസ്താദന്മാർ മുഴുവൻ ഇങ്ങനെയുള്ള നമ്മുടെ ഈ മുസ്ലിം സംഘടന വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ഒരാളൊപ്പം കൂടുന്നെങ്കിൽ ഈക്കന്റെ കൂടെയാണ് കൂടേണ്ടത് എന്ന് പറഞ്ഞതായി നിങ്ങൾ ആരോപിക്കുന്ന ഷെയ്ഖുന OK ഉസ്താദ് പക്ഷേ വിഘടിത സമസ്തയിൽ മെമ്പറായില്ല. മറിച്ച്
വന്യരായ OK ഉസ്താദ് ശിഷ്യനായ ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ സമസ്തയിൽ നേതൃപരമായ പങ്കുവഹിച്ചു. ഇതിലാണ് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് ആലിമീങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തു. മാന്യന്മാരും തഖ്വയുള്ളവരുമായ ആലിമീങ്ങൾ വിഘടിത സമസ്തയിൽ എത്തുന്നില്ല. അവർക്ക് പ്രവർത്തിക്കാനുള്ള ഇടമല്ല ഇത് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ കൂടാരമാണ് എന്ന് പരോക്ഷമായെങ്കിലും പ്രഖ്യാപിക്കുന്നിടത്താണ് സെക്രട്ടറിയുടെ പ്രസംഗം എത്തി നിൽക്കുന്നത്. മഹാനായ OK ഉസ്താദ് നേതൃപരമായ പങ്കുവഹിച്ച വന്യരായ താജുൽ ഉലമയും ഖമറുൽ ഉലമയും നയിക്കുന്ന സമസ്തയെ നാം അംഗീകരിക്കുകയും അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യുക. നമ്മളെപ്പോഴും സത്യസന്ധരോടൊപ്പമായിരിക്കണമെന്ന് നവ ആക്രോശ സമ്മേളനത്തിന്റെ സ്വാഗതത്തിൽ ഖുർആൻ ഉദ്ധരിച്ച് ഫൈസി പറഞ്ഞത് വിഘടിത വിഭാഗത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഈ ഓട്ടപ്രദക്ഷിണം തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. സദഖല്ലാഹു മൗലാനൽ അലീം.